പത്മ പുരസ്കാരത്തെ അധിക്ഷേപിച്ച് സംസാരിച്ച 126ഓളം ക്രിമിനൽ കേസ് പ്രതിയായ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള പത്മ പുരസ്കാരം നൽകുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കത്താണ് ഞാൻ രാഷ്ട്രപതിക്ക് കൊടുത്തിരുന്നത്. രാഷ്ട്രപതി അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറിയതായി അറിയിച്ചുകൊണ്ടുള്ള സന്ദേശം എനിക്ക് ഇന്നലെ ലഭിച്ചായിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഗൗരവം രാഷ്ട്രപതി ഭവൻ ഉൾക്കൊണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിലെത്തുമ്പോൾ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉള്ളതുകൊണ്ട് എന്ത് തീരുമാനം ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പോലും അറിവ് കൂടാതെയാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മുടെ സംസ്ഥാനത്തെ BJPയുടെ സമ്മർദ്ദമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങി കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനം പുനഃപരിശോധിക്കാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും ഇതിനു വേണ്ടിയുള്ള നടപടികളുമായിട്ട് വീണ്ടും മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം ഈ വെള്ളാപ്പള്ളി നടേശന് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു പുരസ്കാരം നൽകി എന്നുള്ളത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിന് മുൻകാലങ്ങളിലും അപ്പോൾ കേന്ദ്ര സർക്കാരുകൾ അവർക്ക് താല്പര്യമുള്ളവർക്ക് കൊടുത്തതായിട്ടുള്ള ആക്ഷേപമുണ്ട്. വളരെ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന വിദേശ വ്യവസായികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ പത്മ പുരസ്കാരം നൽകിയിട്ടുണ്ട്. പക്ഷേ അവരാരും ക്രിമിനലാണെന്നോ അറിഞ്ഞിട്ടില്ല.